മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. യോന്തപ്രവിശ്യ മമ വാചമിമാം പ്രസുപ്താം സഞ്ജീവയത്യഖിലശക്തിധരസ്വധാംനാ അന്യാംശ്ച ഹസ്തചരണശ്രവണത്വഗാദീൻ പ്രാണാൻ നമോ ഭഗവതേ പുരുഷായ തുഭ്യം. മല്ലിയൂർവാസിനം ശാന്തം ജ്ഞാനവൈരാഗ്യഭൂഷണം ശ്രീഭാഗവത നിഷ്ണാതം നൗമിതം ലോകശങ്കരം. സദ്ഗുരുഭ്യോ നമഃ. അഖിലാനപരാധാന്യേ ക്ഷമസ്വ കരുണാനിധേ പ്രസീദ. മൽഗുരോ നാഥ ജനകായ നമോ നമഃ. ഗുരുഭ്യോ നമഃ. ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ശ്രീമദ് ഭാഗവതം ദ്വിതീയ സ്കന്ധം 6-ാമത്തെ അധ്യായത്തിലൂടെ നമ്മൾ കടന്നു പോകുന്നു. ബ്രഹ്മ നാരദ സംവാദത്തിലൂടെ ഇപ്പൊ നമ്മൾ വിരാട് പുരുഷന്റെ ഓരോരോ അംഗങ്ങളെ കുറിച്ച് ആണ് പ്രതിപാദിക്കുന്നത്. വിരാട് സ്വരൂപം എന്ന് നമ്മൾ സങ്കല്പിക്കുമ്പോൾ നമ്മളെ തന്നെ മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നമുക്കത് വേണ്ട പോലെ അറിയാൻ സാധിക്കുകയുള്ളൂ. നമ്മളുടെ ഓരോ ഇന്ദ്രിയങ്ങൾ, അതുപോലെ തന്നെ നമ്മളുടെ ഓരോ അവയവങ്ങള്, അതെല്ലാം ഏത് ഭാവത്തിൽ വേണം നമ്മൾ അതിനെ സ്വീകരിക്കാൻ. നമ്മളുടെ ഓരോ ഇന്ദ്രിയങ്ങൾക്കും ഓരോ ധർമ്മമുണ്ട്. അത് ധാർമ്മികമാകുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ ഭഗവാന്റെ വിരാട് സ്വരൂപത്തിന്റെ ഓരോ അവയവങ്ങളും ഓരോന്നിനോട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് കാണിക്കുമ്പം അതിനനുസരിച്ച് വേണം നമ്മളുടെ വാക്കുകളും പ്രവൃത്തികളും എല്ലാം, ഇന്ദ്രിയ വിക്ഷേപങ്ങളും ഒക്കെ തന്നെ അതിനോടനുബന്ധിച്ച് വേണം. അങ്ങനെ ആകുമ്പോഴാണ് നമുക്ക് യഥാർത്ഥമായിട്ടുള്ള നമ്മളുടെ തത്വത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുകയുള്ളൂ. എന്താണ് തത്വം? ജീവസ്യ തത്വജിജ്ഞാസ എന്ന് പറഞ്ഞു അല്ലെ. ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണ്? ശരിക്കും നമ്മൾ ആരാണെന്ന് ഉള്ളത് വ്യക്തമായിട്ട് അറിഞ്ഞ് നമ്മളിൽ തന്നെ ഇരുന്ന് ആ യഥാർത്ഥമായിട്ടുള്ള ആനന്ദം നമുക്ക് അനുഭവിക്കാൻ സാധിക്കുക. ഇതാണ് ഈ മനുഷ്യ ജന്മത്തിന്റെ ഏറ്റവും പരമമായിട്ടുള്ള ലക്ഷ്യം. അതാണ്. അപ്പം അതിനു വേണ്ടിയിട്ട് നമ്മൾ ഉള്ള ശ്രമമാണ് ഈ പുരാണ ഇതിഹാസേതിക ഗ്രന്ഥങ്ങളിലൂടെ, ശാസ്ത്രങ്ങളിലൂടെ നമ്മൾ നമ്മളെ കുറിച്ച് തന്നെ പഠിക്കുക. അതുകൊണ്ടാണ് ആധ്യാത്മിക ജ്ഞാനം എന്ന് പറയുന്നതിന് അല്ലേ, ആത്മജ്ഞാനം എന്ന് പറയാം, ആധ്യാത്മിക ജ്ഞാനം എന്ന് പറയാം. ഒക്കെ എന്താണ് ശരിക്കും? ഞാൻ ആരാണെന്ന് വ്യക്തമായിട്ട് ധരിക്കുക. ഈ ഞാൻ എന്നുള്ളത് ബോധസ്വരൂപനായിട്ടുള്ള ഈശ്വരൻ തന്നെയാണ് എന്ന് നമുക്ക് ഉറപ്പിക്കാൻ സാധിക്കുമ്പോഴാണ് ആ അവധൂതന്മാരൊക്കെ അനുഭവിക്കുന്ന ആനന്ദത്തിലേക്കൊക്കെ നമുക്കും എത്തിച്ചേരാൻ സാധിക്കുന്നത്. നമ്മൾ 16-ാമത്തെ ശ്ലോകം വരെയാണ് ഇന്നലെ പറഞ്ഞത്. തേനേതമാവൃതം വിശ്വം വിതസ്തിമധിതിഷ്ഠതി സ്വധിഷ്ണ്യം പ്രതപൻ പ്രാണോ ബഹിശ്ച പ്രതപത്യസൗ അല്ലെ. അപ്പം അവിടെ നമ്മൾ പറഞ്ഞു, സൂര്യൻ എങ്ങനെയാണോ ഈ പ്രപഞ്ചത്തിലെ എല്ലായിടങ്ങളിലും താൻ ഇരിക്കുന്നയിടത്തും പിന്നെന്തോ ബാക്കിയുള്ള എല്ലായിടങ്ങളിലേക്കും പ്രകാശം പരത്തുന്നത് എങ്ങനെയാണോ, അതുപോലെയാണ് യഥാർത്ഥത്തില് ആത്മരൂപത്തില് ഭഗവാൻ എല്ലാവരുടെയും ഉള്ളിൽ ശോഭിക്കുന്നത് എന്ന് പറയുകയാണ്. ഇപ്പൊ പ്രകാശം ഇപ്പം നമുക്ക് പകലായി കഴിഞ്ഞാൽ സൂര്യൻ എത്തിപ്പെടാത്ത ഒരു സ്ഥലമുണ്ടോ? ആലോചിച്ച് നോക്കൂ.
ഒരു ചെറിയൊരു സുഷിരം, അല്ലെ, ഒരു ഇരുട്ട് മുറിയിലേക്ക് ഒരു ചെറിയ സുഷിരം ഇട്ടാൽ അതിലൂടെയും ആ പ്രകാശം അവിടെ എത്തുന്നു. അപ്പൊ എന്തായി? അപ്പൊ അതുകൊണ്ട് നമ്മൾക്കും അതുപോലെ തന്നെയാണ് ഈ വിരാട് സ്വരൂപമായിട്ടുള്ള ഈശ്വരൻ, പുരുഷൻ എന്നുള്ളത്. എല്ലായിടത്തും എല്ലാവരുടെയും ഉള്ളില് ആത്മസ്വരൂപമായിട്ട് വർത്തിക്കുന്നു. അതാണ് തേനേതം ആവൃതം വിശ്വം വിദഗ്ധി മതിഷ്ഠതി. നേരെ നമ്മൾ പറഞ്ഞു പുരുഷ സൂക്തത്തിലെ അല്ലെ ഒരു ഋക്കിനോട് ചേർന്നാണ്, ഒരു ഋക്ക് എന്നുള്ളതല്ല, എല്ലാ ഋക്കുകളും ആണ് ഇതിനകത്ത് ഓരോരോ ഋക്കുകളെ അധികരിച്ചുകൊണ്ട് തന്നെയാണ് പറയുന്നത്. ഭൂമിയും വിശ്വതോ കൃത്വ അത്യധിഷ്ഠദശാങ്കുലം. അതാണ് ഇവിടെ പറഞ്ഞത്. തേനേതം ആമൃതം വിശ്വം വിതസ്തി അതിതിഷ്ഠതി. പിന്നെ നമ്മൾ എളുപ്പം അതിനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പറഞ്ഞു, അല്ലെ, ബോധം എന്നുള്ള ഈ നമ്മളുടെ ബോധത്തിന്റെ ഉള്ളിൽ നിൽക്കുന്നതാണ് പ്രപഞ്ചം. നമ്മൾ കാണുന്നതായിട്ടുള്ള എല്ലാം, നമുക്ക് കാണാൻ സാധിക്കുന്നതായിട്ടുള്ള പ്രപഞ്ചത്തിന്റെ ഏത് ഘടനകളായിക്കോട്ടെ, അതൊക്കെയാണ് യഥാർത്ഥത്തിൽ, അതൊക്കെ എവിടെയാണ് ശരിക്കും? അതൊക്കെ നമ്മളുടെ ഉള്ളില് ആണ് അതെല്ലാം നിൽക്കുന്നത്. നമ്മളുടെ ഉള്ളിൽ ഉള്ളത് കൊണ്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമുക്ക് കാണാൻ പറ്റാത്ത ഒരു ഇടവും കൂടി പിന്നെയും ഉണ്ട് എന്ന് കാണിക്കുകയാണ്. കാരണം നമ്മളുടെ ഉള്ളിലുള്ള ഈ ബോധ സ്വരൂപനാണ് നമ്മളെ കൊണ്ട് കാണിപ്പിക്കുന്നതും നമ്മളെ കൊണ്ട് കേൾപ്പിക്കുന്നതും, അല്ലെ, നമ്മളെ കൊണ്ട് അനുഭവിപ്പിക്കുന്നതും ഒക്കെ അതെ. പക്ഷേ അത്യധിഷ്ഠദശാങ്കുലം, പക്ഷേ നമുക്ക് നമ്മളുടെ ബോധസ്വരൂപനെ നമുക്ക് വ്യക്തമായിട്ട് നമ്മളുടെ ബുദ്ധിക്ക് അനുസരിച്ച് നമുക്ക് അനുഭവിക്കാൻ മാത്രമേ സാധിച്ചുള്ളൂ. പക്ഷെ അതിലും മുകളിലായിട്ട് വീണ്ടും ബാക്കി കിടക്കുന്നു എന്ന് പറയുന്നു. അതാണ് അവിടെ പറഞ്ഞത്. 17ാമത്തെ ശ്ലോകം. ഏവം വിരാജം പ്രതപം സ്തപത്യന്തർബഹിപുമാൻ സോമൃതസ്യാഭയസ്യേശോ മർത്യമന്നം യദത്യഗാൽ. ഏവം വിരാജം, വിരാജം പ്രതപൻ തപതി അന്തർബഹി, പ്രതപൻ തപതി അന്തർബഹി പുമാൻ സഹ അമൃതസ്യ അഭയസ്യ ഈശ, അഭയസ്യ ഈശഃ മർത്യം അന്നം യസ്യ അന്നം യദത്യഗാൽ, യത് അത്യഗാൽ, യത് അത്യഗാൽ. അതാണ് അതിന്റെ പദം വരുന്നത്. ഇതിന്റെ അന്വയം നമുക്ക് നോക്കാം. പുമാൻ ഏവം പ്രതപൻ, പുമാൻ ഏവം വിരാജം പ്രതപൻ അന്തഃ ബഹിഃ ച തപതി സഹ മർത്യം അന്നം അത്യഗാൽ അമൃതസ്യ അഭയസ്യ ഈശഃ. പുമാൻ പുരുഷൻ, ഏവം ഇപ്രകാരം, ഇങ്ങനെ, വിരാജം വിരാട്ടിനെ, വിരാട് പുരുഷനെ, പ്രതപൻ പ്രകാശിപ്പിച്ച്, ഇപ്രകാരം പ്രകാശിപ്പിച്ച്, പുരുഷൻ ഇപ്രകാരം ഈ വിരാട്ടിനെ പ്രകാശിപ്പിച്ച് അന്തഃ ബഹിഃ ച തപതി, അതായത് ഉള്ളിലും പുറത്തും, തപതി, തപതി എന്ന് പറഞ്ഞാൽ എന്താണ്? ചൂടാക്കുക അല്ലെങ്കിൽ ശോഭിപ്പിക്കുന്നു, അല്ലെ, ശോഭിപ്പിക്കുന്നു. സഹ, അങ്ങനെയുള്ള ആ ഭഗവാൻ, അവൻ അല്ലെങ്കിൽ ആ ഭഗവാൻ, മർത്യം അന്നം അത്യഗാൽ യത്, മർത്യം, മർത്യം എന്ന് പറഞ്ഞാൽ എന്താണ്? മരിക്കുന്നത്, മരിക്കുന്നത് പറഞ്ഞാല് നശിക്കുന്നതായിട്ടുള്ളതാ, അല്ലെ, നാശമുള്ളതായ അന്നം. അന്നം എന്ന് പറഞ്ഞാൽ എന്താണ്? കർമ്മഫലമാണ് അന്നം അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പം നാശമുള്ളതായിട്ടുള്ള ആ കർമ്മഫലത്തെ അത്യഗാൽ യത്,
അത്യഗായത് അതിലംഘിച്ചിരിക്കുന്നു എന്നതുകൊണ്ട് എന്നതിനാൽ അമൃതസ്യ അഭയസ്യ ഈശ്വര അമൃതത്വത്തിന്റെയും നിർഭയാവസ്ഥ, അതാണല്ലോ അഭയം എന്ന് പറഞ്ഞത്, ഭയമില്ലാത്ത അവസ്ഥ, അതിൻ്റെയും ഒക്കെ ഈശ്വരൻ ആരാകുന്നു? ഈ ബോധസ്വരൂപനായിട്ടുള്ള വിരാട് സ്വരൂപം, വിരാട് പുരുഷനാകുന്നു. അപ്പം ഇപ്രകാരം ഭഗവാൻ ആ വിരാട് സ്വരൂപത്തെയും അതുപോലെ തന്നെ ഈ പ്രപഞ്ചത്തിന്റെ അന്തർഭാഗത്തെയും ബഹിർഭാഗത്തെയും വിരാട് സ്വരൂപത്തെയും പ്രപഞ്ചത്തിന്റെ ബഹിർ ഭാഗത്തെയും ഒക്കെ പ്രകാശിപ്പിക്കുന്നു, ഭഗവാൻ പ്രകാശിപ്പിക്കുന്നു. അപ്പം ഈ വിരാട് പുരുഷൻ അല്ലെങ്കിൽ ഭഗവാൻ അമൃതത്തിന്റെയും അഭയത്തിന്റെയും, അമൃതം എന്ന് പറഞ്ഞാൽ എന്താണ്? ശരിക്കും എന്താണ്? മരണമില്ലാത്ത അവസ്ഥ എന്നൊക്കെ പറയുന്ന രീതിയിൽ നിന്നുള്ള മോക്ഷം തന്നെയാണ്. മോചനം, ദുഃഖങ്ങളിൽ നിന്നുള്ള ഒരു മോചനമാണ് മോക്ഷം എന്നുള്ളത്. അപ്പം മോക്ഷത്തിന്റെയും അഭയം എന്ന് പറഞ്ഞാൽ എന്താണ്? ഭയമില്ലാത്ത അവസ്ഥ, അല്ലെ? ഇപ്പൊ എല്ലാ ദുഃഖങ്ങളിൽ നിന്നുള്ള ഒരു മോചനവും ഭയമില്ലാത്ത ഒരു അവസ്ഥയ്ക്കും ഒക്കെ ശരണാഗതി വേണേൽ പറയാം. അതിൻ്റെയൊക്കെ ഈശ്വരനാകുന്നു ആര്? വിരാട് സ്വരൂപം, അല്ലെ? നശ്വരമായിട്ടുള്ള ഈ മൃതം അല്ലെ മർത്യം അന്നം യദത്യകാൽ, ഈ നശ്വരമായിട്ടുള്ള കർമ്മഫലത്തെ അതിക്രമിച്ചവനും പിന്നെയോ ശാശ്വതമായിട്ടുള്ള മുക്തിയെ പ്രദാനം ചെയ്യുവാൻ പ്രാപ്തനും ആരാണ്? ഈ ഭഗവാൻ തന്നെയാണ്, വിരാട് സ്വരൂപമായിട്ടുള്ള പുരുഷൻ തന്നെയാണ് എന്ന് അവിടെ പറയാണ്. ഉദാമൃതത്വശേഷാനോ യതന്നേനാതിരോഹതി എന്ന് പുരുഷ സൂക്തത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. മർത്യം മരണധർമ്മം ധർമ്മകം അന്നം കർമ്മഫലം എന്ന് ശ്രീധരീയം. മർത്യം മരണധർമ്മകം അന്നം കർമ്മഫലം. മർത്യം എന്നാല് മരണധർമ്മത്തോട് കൂടിയത്, അഥവാ മരണധർമ്മം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചിരിക്കുക? നശിക്കുക, അല്ലെ? അതാണ് മരണധർമ്മം എന്ന് പറയുന്നത്, നാശം, നശ്വരമായത്. പിന്നെ അന്നം എന്നുള്ളത് ശരിക്ക് അവിടെ കർമ്മഫലം എന്നുള്ളൊരു അർത്ഥമാണ് അവിടെ എടുക്കേണ്ടത്. കർമ്മഫലം എന്ന് എടുക്കണം. അപ്പൊ നശ്വരമായിട്ടുള്ള കർമ്മഫലത്തെ പ്രദാനം ചെയ്യുന്നതിൽ നിന്നും കവിഞ്ഞിരിക്കുന്നതിനാൽ അതിനും അതിക്രമിച്ചുകൊണ്ട് അനശ്വരമായിട്ടുള്ള മോക്ഷത്തെ പ്രദാനം ചെയ്യുവാൻ വേണ്ടിയിട്ടും പ്രാപ്തനാകുന്നു ആര്? ആരാ? ഈശ്വരൻ, വിരാട് സ്വരൂപമായിട്ടുള്ള ഈശ്വരൻ. നമ്മൾ എന്നും ധ്യാനത്തിൽ പറയാറുണ്ട്, അല്ലെ? എന്താ നമ്മൾ ധ്യാനത്തിൽ പറയാറ്? അവസാനം നമുക്ക് എന്ത് പരിഭവമുണ്ടോ, അല്ലെ, എന്ത് ആഗ്രഹങ്ങളുണ്ടോ, അതൊക്കെ എവിടെയാ പറയേണ്ടത്? നമ്മളുടെ ഉള്ളിൽ തന്നെ ബോധസ്വരൂപനത്തോടുകൂടി വർത്തിക്കുന്ന ആ കണ്ണനോട് പറയുക എന്ന് നമ്മൾ ദിവസവും പറയാറുണ്ട്. അത് തന്നെയാണ് ഇവിടെയും പറഞ്ഞിരിക്കുന്നത്. ഇവിടെ അത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. മോക്ഷത്തിന് ആരാണ് അധികാരി? നമുക്ക് മോക്ഷം തരാൻ ആർക്കാ അധികാരമുള്ളൂ? നമ്മളെ കൊണ്ട് പ്രവർത്തിപ്പിക്കുന്ന നമ്മളുടെ ഉള്ളിലുള്ള ആ ബോധസ്വരൂപനെ മാത്രം. അപ്പം അവിടെ നമുക്ക് ശരണാഗതി, മോക്ഷം അല്ലെങ്കിൽ അമൃതത്വത്തിന് വേണ്ടിയിട്ട്, അല്ലെ? അമൃതത്വത്തിന് വേണ്ടിയിട്ടും അഭയത്തിന് വേണ്ടിയിട്ടും, അതല്ലേ ശരണാഗതി എന്ന് പറയുന്നത്? അതല്ലേ ഭയമില്ലാത്ത അവസ്ഥയ്ക്കും. പിന്നെന്താണ് മോക്ഷം എന്ന് പറയുന്നത്? എന്താണ്? എല്ലാ ദുഃഖങ്ങളിൽ നിന്നുള്ള ഒരു മോചനം. അപ്പം നമ്മളുടെ ദുഃഖത്തിന് ഒരു മോചനം കിട്ടണമെങ്കിൽ, നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന ഭയത്തിൽ നിന്നും നമ്മൾ രക്ഷ നേടണമെങ്കിൽ, ഈ സംസാര ദുഃഖത്തിൽ നിന്നും നമുക്കൊന്ന് കരകയറാൻ നമുക്ക് സാധിക്കണമെങ്കിൽ ആരെ ആശ്രയിക്കണം? ആരെ ആശ്രയിക്കണം? ഈശ്വരനെ ആശ്രയിക്കണം. ഏത് ഈശ്വരനെ ആശ്രയിക്കണം? ഈശ്വരൻ എന്ന് പറയുമ്പോൾ നമ്മളെ തന്നെ ആശ്രയിക്കുക. നമ്മളാണ് എല്ലാത്തിനും കാരണം, അല്ലേ? ഇതൊക്കെ വേറൊരു ഭാഷയിൽ കാപിലത്തിലൊക്കെ പറയുന്നു. എന്താണ്? മനസ്സാണ് എല്ലാത്തിനും ദുഃഖത്തിനും കാരണം എന്നൊക്കെ പറയുന്നു. അപ്പം ഈ മനസ്സും ബുദ്ധിയും ഒക്കെ അതുക്കും മീതെ എന്ന് പറയല്ലേ, അതിനും മീതെ ഒരു ബോധസ്വരൂപനാണ് എല്ലാം നടത്തിക്കൊണ്ടു പോകുന്നത്. അപ്പൊ നമുക്ക് ആ ഈശ്വരനെ തൊട്ടറിയാൻ സാധിക്കുമ്പോൾ നമുക്ക് ഈ ദുഃഖമുണ്ടോ, അല്ലെങ്കിൽ ഇതൊന്നും നമ്മളെ അനുഭവപ്പെടുത്തുന്നില്ല, ദുഃഖവും ഒന്നും നമ്മളെ അനുഭവപ്പെടുത്തില്ല. അപ്പം
മോക്ഷദാതാവ് എന്ന് പറയുന്ന ആരാണ്? നമ്മളുടെ ഉള്ളിൽ തന്നെ നമ്മളുടെ കർമ്മങ്ങൾക്ക് ആധാരമായിട്ടുള്ള ആ വിരാട് സ്വരൂപത്തോടു കൂടിയിരിക്കുന്ന ഈശ്വരൻ. അത് നമുക്ക് വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് പോകുമ്പോഴേ നമുക്കിത് പൂർണ്ണമായിട്ട് അത് ഉൾക്കൊള്ളാൻ പറ്റുള്ളൂ. അപ്പം സ ഏവം വിരാജം പ്രതപം തപത്യന്തർദഹിപ്പുമാൻ. അപ്പം എന്താണ് അവിടെ പറയുന്നത്? ശരിക്ക് നമ്മള് ഈ പ്രപഞ്ചത്തിന്റെ ഉള്ളും പുറവും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നു. നമുക്ക് കാണാൻ സാധിക്കുന്നത് എങ്ങനെയാണ്? ഈ ബോധസ്വരൂപനെ കൊണ്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പം അവിടെയൊക്കെ വിരാജം, വിരാജിക്കുന്നു, അവിടെയൊക്കെ ശോഭിക്കുന്നു. ആര്? ഈ വിരാട് സ്വരൂപം അല്ലെങ്കിൽ ഭഗവാൻ. അപ്പം ഈ പ്രപഞ്ചത്തിൽ മുഴുവൻ ശോഭിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം എന്താണ്? നമുക്കറിയാൻ സാധിക്കുന്നു പ്രപഞ്ചം, അല്ലേ? നമ്മള് ഇന്ന് ഏറ്റവും കൂടുതൽ വലിയൊരു സംശയം എല്ലാവർക്കും ഉള്ളത്, നമ്മളോട് പറയുന്നുണ്ട് ഇത് മിഥ്യയാണ്, മായയാണ് എന്ന് പറയുന്നുണ്ട്, അല്ലേ? പക്ഷെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്, തൊട്ടറിയാൻ സാധിക്കുന്നുണ്ട്. പ്രപഞ്ചം എന്നുള്ളത് പലതും നമുക്ക് തൊട്ടറിയാനും കാണാനും ഒക്കെ സാധിക്കുന്നുണ്ട്. പിന്നെ ഇതെങ്ങനെയാണ് മിഥ്യയാകുന്നത്? പിന്നെ ഇതെങ്ങനെയാണ് മായയാകുന്നത് എന്ന് ഉള്ള ഒരു ചോദ്യം. പക്ഷെ നമ്മൾ ഈ അറിയുന്നതും നമ്മൾ ഈ കാണുന്നതും ഒക്കെ നമ്മളുടെ ബുദ്ധി കൊണ്ടാകുമ്പോഴാണ് നമുക്ക് ഇത് ഒക്കെ യഥാർത്ഥമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടി വരുന്നത്. പക്ഷേ ഇതിന്റെ പിന്നില് ഒരു നിയാമകനായിട്ടുള്ള ബോധസ്വരൂപനുണ്ട്. ആ ബോധസ്വരൂപനെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ മിഥ്യ തന്നെയാണ്. നമുക്ക് മായയായിട്ടും നമുക്ക് മിഥ്യയായിട്ടും അനുഭവപ്പെടണമെങ്കിൽ നമ്മൾ ആ തത്വത്തെ നമുക്ക് ഉറപ്പിച്ചാൽ മാത്രമേ സാധിക്കുള്ളൂ. അങ്ങനെ ഉറപ്പിക്കുമ്പോഴാണ് എന്തൊക്കെ വരുന്നത്? മോക്ഷവും പിന്നെ അഭയവും നമുക്ക് കൈവരുന്നത്. അതാണ് ഇവിടെ ഭഗവാൻ നമുക്ക് ഇവിടെ ഈ ഒരു ശ്ലോകത്തിലൂടെ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. എല്ലായിടങ്ങളിലും ഈ ഭഗവാൻ തന്നെ, ബോധസ്വരൂപനായിട്ടുള്ള ഈശ്വരൻ നിറഞ്ഞു നിൽക്കുന്നു. അത് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചാൽ നമുക്ക് ദുഃഖത്തിൽ നിന്നുമൊക്കെ കരകയറാൻ സാധിക്കും. ഒരു ചെറിയ എന്താണ്, ഒരു സാമാന്യ ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ മതി, അല്ലെ? ദുഃഖത്തിന്റെ കാരണം നമ്മള്, അല്ലെ, ഇതൊക്കെ ചെയ്യിക്കുന്നത് ഒരാൾ ഉണ്ടെന്ന് വിചാരിച്ചാൽ നമുക്ക് എല്ലാത്തിനും ഒഴിവാകാൻ വരില്ലേ എന്ന് ആലോചിച്ചു. പക്ഷെ നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്നില്ല. അതെന്തുകൊണ്ടത്? നമ്മളുടെ ബുദ്ധി, അല്ലെ, അപ്പോഴും നമുക്ക് ആ എന്താണ് യഥാർത്ഥമായിട്ടുള്ളതിന് നമുക്ക് അംഗീകരിക്കാൻ പറ്റാതെ വരും. അത് മായ. ആ മായയിൽ നിന്നും പിടുത്തം വിട്ടാല് എല്ലാത്തിലും നമുക്ക് ആ സുഖ ദുഃഖങ്ങള്, ദ്വന്ദ്വങ്ങള് ഇല്ലാണ്ടാവും. മഹിമീഷതോ ബ്രഹ്മൻ പുരുഷസ്യ ദുരത്യയാ പാദേഷു സർവഭൂതാനി പുംസ സ്ഥിതിപദോ വിദു. മഹിമൈഷ, മഹിമ ഏഷ, മഹിമ ഏഷ തതഃ ബ്രഹ്മൻ പുരുഷസ്യ ദുരത്യയഃ, പുരുഷസ്യ ദുരത്യയഃ. പിന്നെയോ പാദേഷു സർവഭൂതാനി പുംസഃ സ്ഥിതിപദഃ വിദുഹു. വിദുഹു ബ്രഹ്മൻ, അല്ലയോ ബ്രഹ്മൻ, നാരദ മഹർഷിയോട് പറയാണ്, ഹേ നാരദ മഹർഷിയെ, ബ്രഹ്മൻ പുരുഷസ്യ ഏഷ മഹിമ ദുരത്യഃ സ്ഥിതിപദഃ പുംസഃ പാദേഷു സർവഭൂതാനി വിദുഹു. സർവഭൂതാനി വിദുഹു. അപ്പം പുരുഷസ്യ, പുരുഷൻ എന്ന് പറഞ്ഞാൽ ആരാണ്? വിരാട് പുരുഷൻ, അല്ലെ? ആ വിരാട് പുരുഷന്റെ ഏഷഹ മഹിമ, ഇങ്ങനെയുള്ള ഈ മാഹാത്മ്യം. ഏത് മാഹാത്മ്യാണ്? എല്ലായിടങ്ങളിലും നിറഞ്ഞു നിൽക്കുന്നുള്ള ഈ മാഹാത്മ്യം. ദുരത്യഹ, അത് നിരതിശയം തന്നെയാണ്, നിരതിശയം അത്രേ. സ്ഥിതിപദഃ, സ്ഥിതികൾ, അതായത് ഭൂലോകം, ഭൂവർലോകം, സ്വർലോകം തുടങ്ങിയതായിട്ടുള്ള ഭൂരാദി ലോകങ്ങള്, ആ സ്ഥിതികള് യാതൊരാളുടെ പാദം മാത്രം ആകുന്നുവോ ആ അല്ലെ, നമ്മൾ പറയാറില്ലേ പ്രപഞ്ചത്തിന്റെ സൃഷ്ടി സ്ഥിതികർത്താവ് ആരാണ്? വിഷ്ണുവാണെന്ന് പറയാറുണ്ട്, അല്ലെ?
ഇപ്പൊ ഭഗവാന്റെ തൃപ്പാദങ്ങളാണ് ശരിക്കും ഈ ലോകങ്ങൾ, അല്ലെ? അതല്ലേ വിക്രമൻ എന്നുള്ളൊരു പേര്. 3 ലോകങ്ങളെയും അളന്നു എന്നൊക്കെ പറയുന്നില്ലേ ശരിക്കും. അപ്പം ഈ ഭൂരാദി ലോകങ്ങൾ ആയിട്ടുള്ളത് യാതൊരാളുടെ പാദം മാത്രം ആകുന്നുവോ ആ വിരാട് പുരുഷന്റെ പുംസഹ പാദേഷു. പാദേഷു എന്ന് പറഞ്ഞാൽ എന്താണ്? പാദത്തിന്റെ അംശങ്ങളായിട്ടുള്ള ലോകങ്ങളില് സർവഭൂതാനി വിദുഹു, സകല ഭൂതങ്ങളും അവിടെ ഉണ്ടെന്ന് അറിയുന്നു. അപ്പൊ പറയാണ്, അല്ലയോ ബ്രഹ്മൻ, നാരദ, ഈ പുരുഷന്റെ മഹിമ ഒരിക്കലും അത് ജയിക്കാൻ കഴിയുകയില്ല. പുരുഷനെ ജയിക്കാൻ കഴിയുകയില്ല, അല്ലെങ്കിൽ പുരുഷന്റെ മഹിമ ജയിക്കാൻ കഴിയാത്തതാണ്. അതുകൊണ്ട് അന്യർക്കാർക്കും അവകാശപ്പെടാൻ പറ്റാത്തതായിട്ടുള്ള ഒരു വിജയമാണ് ഏതിന്റെ? വിരാട് പുരുഷന്റെ, ഭഗവാന്റെ വിജയം എന്നുള്ളത്. അപ്പം എല്ലാത്തിൻ്റെയും സ്ഥിതിക്ക് ആസ്പദമായിരിക്കുന്ന ആ വിരാട് പുരുഷന്റെ പാദങ്ങളില് എല്ലാ സർവ്വതിന്റെയും സ്ഥിതിക്ക്, എന്താണ് സർവ്വതിന്റെയും സ്ഥിതി എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ത്രിലോകങ്ങൾ എന്ന് ഉദ്ദേശിച്ചാൽ മതി. ത്രിലോകങ്ങൾക്കും ആസ്പദമായിരിക്കുന്ന ഭഗവാന്റെ ആ പാദങ്ങളിൽ സകല ഭൂതങ്ങളും സ്ഥിതി ചെയ്യുന്നതായിട്ട് വിദുഹു, വിദ്വാൻമാർ പറയുന്നു, അല്ലെങ്കിൽ വിദ്വാൻമാരൊക്കെ അത് അറിയുന്നു എന്ന് പറയാം. അപ്പം ഭൂമി മുതലായിട്ടുള്ള ആ ലോകങ്ങളാണ് ഭഗവാന്റെ പാദങ്ങൾ എന്ന് പറയുന്നത്, അല്ലെ? അപ്പൊ അങ്ങനെയുള്ള ആ ഭഗവാന്റെ പാദങ്ങളില് ആണ് എല്ലാ സജ്ജനങ്ങളുടെയും, അല്ലെ, വിദ്വാൻമാരുടെയും ഒക്കെ ആശ്രയ സ്ഥാനമാണ് യഥാർത്ഥത്തില് ഭഗവാന്റെ തൃപ്പാദങ്ങൾ എന്ന് പറയുന്നത്. അപ്പം 3 ലോകങ്ങളുടെയും സ്ഥാനമായിരിക്കുന്ന ആ തൃപ്പാദങ്ങളില് സർവഭൂതങ്ങളും ലോകങ്ങളും സ്ഥിതി ചെയ്യുന്നതായിട്ട് വിദ്വാൻമാര് അറിയുന്നു. സ്ഥിതിപദ തിഷ്ഠന്ത്യത്രേതി സ്ഥിതയോ ഭൂരാദി ലോകാസ്തേ പാദാ ഇവ പാദ അംശാ യസ്യ സ സ്ഥിതിപാൽ അസ്യ പാദേഷു അംശഭൂതേഷു ലോകേഷു സർവാൻ ജീവാൻ വിദു എന്ന് ശ്രീധരീയത്തില് പറയുന്നു. ശ്രീധരീയത്തിലെ വ്യാഖ്യാനം അങ്ങനെയാണ്. എന്താണ്? ഭൂമി തുടങ്ങിയതായിട്ടുള്ള ലോകങ്ങള് പാദങ്ങളെ പോലെ, അതുപോലെ തന്നെ ആ പാദങ്ങളുടെ പാദങ്ങളെ പോലെ, അല്ലെങ്കിൽ അംശങ്ങളെ പോലെ ഇവിടെ സ്ഥിതി ചെയ്യുന്നു. അങ്ങനെ സ്ഥിതി ചെയ്യുന്നതോടെ എന്താണ്? സ്ഥിതി ചെയ്യുന്നത് ആരുടെയോ അവൻ സ്ഥിതിപാദ്, അതായത് ആ സ്ഥിതിപാദത്തിന്റെ പാദങ്ങളിലെ അംശങ്ങളായിക്കൊണ്ട് ലോകങ്ങളിലുള്ള എല്ലാ ജീവജാലങ്ങളിലും സ്ഥിതി ചെയ്യുന്നതായിട്ട് അറിയപ്പെടുന്നു. സർവ ലോകങ്ങൾക്കും അവയിലുള്ള ചരാചരങ്ങൾക്കും ഒക്കെ അവലംബമായിട്ട് ഉള്ളത് ആരാണ്? ഭഗവാന്റെ തൃപ്പാദങ്ങളാണ് എന്ന് പറയാം. അതാണ് ഭഗവാന്റെ തൃപ്പാദങ്ങളുടെ ഏറ്റവും വലിയ മാഹാത്മ്യം. അതാണ് എല്ലാവരും ആശ്രയിക്കുന്നത്, അല്ലെ? നമ്മൾ ഇതിനു മുമ്പും പറഞ്ഞു, ചരണത്തിനെ കുറിച്ച് പറഞ്ഞപ്പോ, അല്ലെ? ഭഗവാന്റെ ചരണം എന്താണെന്ന് ചോദിച്ചപ്പോ അവിടെ നമ്മൾ എന്താ പറഞ്ഞത്? ധർമ്മം, ജ്ഞാനം, വിജ്ഞാനം. കഴിഞ്ഞ ശ്ലോകത്തിൽ നമ്മൾ പറഞ്ഞു, അല്ലെ? അപ്പൊ എല്ലാവരും, പരമേശ്വരനും കനകാദികളും സകല പ്രജകളും എല്ലാവരും ആശ്രയിക്കുന്നത് എവിടെയാണ്? ആ ഭഗവാന്റെ തൃപ്പാദങ്ങളാണ്. അതാണ് ആശ്രയമായിട്ടുള്ള സ്ഥാനം എന്നവിടെ പറയുന്നു. അപ്പൊ സർവ ലോകങ്ങൾക്കും അവയിലുള്ള ചരാചരങ്ങൾക്കും ഒക്കെ അവലംബം എന്നുള്ളതാണ് ഭഗവാന്റെ ആ പാദം. പാദോസ്യ വിശ്വാഭൂതാനി ഇതി സാമാനധികരണ്യം അധിഷ്ഠാനാധിഷ്ഠേയാഭേദം വിവക്ഷയാ. അതായത് പുരുഷസൂക്തത്തില് പാദോസ്യ വിശ്വാഭൂതാനി ത്രിപാദസ്യ അമൃതം ദിവി എന്ന് ഒരു ഋക്ക് അവിടെ പുരുഷ സൂക്തത്തിന്റെ ഋക്ക് നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ അവിടെ പാദഹ എന്ന ഒരു വിഭക്തി അവിടെ പറയുമ്പോൾ അവിടെ വിശേഷണമായിട്ട് പ്രതിഷ്ഠിച്ച അധിഷ്ഠാനം, എല്ലാത്തിന്റെയും അധിഷ്ഠാനം എന്നുള്ളതാണ്. അധിഷ്ഠാനം, അധിഷ്ഠേയം അവിടെ വ്യത്യാസമില്ല. അധിഷ്ഠേയം എന്ന് പറഞ്ഞാലും അധിഷ്ഠാനം എന്ന് പറഞ്ഞാൽ രണ്ടും ഭേദമില്ല. അപ്പൊ രണ്ടും ഒന്ന് തന്നെ അവിടെ. അപ്പം അധിഷ്ഠാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആധാരം,
ആശ്രയം. അധിഷ്ഠയം എന്ന് പറഞ്ഞാല് അതും ആധേയം അല്ലെങ്കിൽ ആധാരത്തിൽ സ്ഥിതി ചെയ്യുന്നത്. ഈ ഒരു രീതിയിൽ അതിനെ കണക്കാക്കാം. ഇപ്പൊ സർവചരാചരങ്ങളും ആശ്രയിക്കുന്നത് ആ പാദങ്ങളെയാണ്. ഇങ്ങനെ രണ്ടവസ്ഥകൾ ഒന്നിൽ സമന്വയിച്ചാൽ സമാന അധികരണ്യ ന്യായം എന്ന് അവിടെ പറയും. അപ്പം സഹസ്രപാദ് എന്നാണ് പുരുഷസൂക്തത്തിലെ ആദ്യ മന്ത്രത്തില്. അപ്പം പാദോസ്യ വിശ്വാഭൂതാനി ത്രിപാദസ്യാമൃതം ദിവി എന്ന ആ മന്ത്രത്തില് നമുക്ക് കാണാൻ സാധിക്കും. പാദം പാദം എന്നുള്ളത് ഏകവചനമായിട്ടുള്ള ശബ്ദമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. എന്തായാലും അധികം ഉള്ളതിനെ ഏകവചനം കൊണ്ട് വ്യവഹരിക്കുന്ന ഒരു രീതി നമുക്ക് അതിൽ ഈ സൂക്തങ്ങളിലൊക്കെ കാണാൻ സാധിക്കും. അപ്പം അവിടെ പറയുന്ന അപ്പൊ എന്തായിരുന്നു അവിടെ പറഞ്ഞത്? അപ്പൊ ശരിക്ക് എല്ലാത്തിൻ്റെയും അല്ലെ, എല്ലാ സർവത്തിൻ്റെയും സ്ഥിതിക്ക് അല്ലെങ്കിൽ ആ സർവലോകങ്ങൾക്കും ത്രിലോകങ്ങൾക്കും ആശ്രയസ്ഥാനം എന്നുള്ളത് എന്താണ്? അല്ലെങ്കിൽ ത്രിലോകങ്ങൾ മുഴുവൻ അടങ്ങിയതാണ് ഭഗവാന്റെ തൃപ്പാദങ്ങൾ. ഭഗവാന്റെ ആ തൃപ്പാദങ്ങൾ. അമൃതം ക്ഷേമമഭയം ത്രിമൂർച്ഛോധായി മൂർധസു പാദാസ്ത്രയോ ബഹിശ്ചാസന്ന പ്രജാനാം യ ആശ്രമാഃ അന്തസ്ത്രിലോക്യാസ്ത്വ അപരോ ഗൃഹമേധോ ബൃഹത്പ്രതഃ. അമൃതം ക്ഷേമം അഭയം ത്രിമൂർധഃ പിന്നെ അഥായി മൂർധസു പാദാസ്ത്രയ പിന്നെ ബഹി ച ആസന്ന അപ്രജാനാം യ ആശ്രമാഃ അന്തസ്ത്രിലോക്യാസ്തു അപരോ ഗൃഹമേധ ബൃഹദ്വ്രതഃ. അബൃഹദ്വ്രതഃ, അവിടെ അകാരം കൂടെ വേണം, പ്രശ്ലേഷണമുണ്ട്. അബൃഹദ്വ്രതഃ. ഇനി അതിന്റെ അന്വയം നോക്കാം. ത്രിമൂർധ, മൂന്ന് ലോകങ്ങളുടെയും, മൂർധസു അമൃതം ക്ഷേമം അഭയം അഥായി അപ്രജാനാം യേ ആശ്രമാഃ ത്രിലോക്യാഃ ബഹിഃ ച ത്രയഃ പാദാഃ ആസൻ അബൃഹദ്വ്രതഃ ഗൃഹമേധഃ അന്തഃ തു അപരഃ. ത്രിമൂർധഃ, അതായത് ത്രിലോകങ്ങളുടെയും, മൂർധസു ആ ത്രിലോകങ്ങളുടെയും ഒക്കെ ഉപരിലോകങ്ങളിൽ അമൃതം ക്ഷേമം അഭയം. അഭയം എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ ഭയമില്ലായ്മ അല്ലെങ്കിൽ മോക്ഷം, ഇതൊക്കെ തന്നെ എന്നിവ വെച്ചിരിക്കുന്നു. മൂന്ന് ലോകങ്ങളുടെയും ഉപരിലോകങ്ങളില് അമൃതം ക്ഷേമം അഭയം ഒക്കെ വെച്ചിരിക്കുന്നു. അപ്രജാനാം എന്ന് പറഞ്ഞാലോ, പുത്രാദിരൂപേണ പുനർജന്മം എടുക്കാത്തവരുടെ യാതൊരു ആശ്രമങ്ങളുണ്ടോ അവ മൂന്ന് ലോകങ്ങളുടെയും പുറമേയുള്ള മൂന്ന് പാദങ്ങൾ ആയിട്ടുണ്ട്. അബൃഹദ്വ്രതഃ, അബൃഹദ്വ്രത എന്ന് പറഞ്ഞാൽ എന്താണ്? ബ്രഹ്മചര്യവ്രതം ഇല്ലാത്ത, അല്ലെ, ബ്രഹ്മചര്യവ്രതം ഇല്ലാത്ത ഗൃഹസ്ഥാശ്രമം, ബ്രഹ്മചര്യവ്രതം നോൽക്കാത്തതായിട്ട് ഗൃഹസ്ഥാശ്രമം. അന്തഹാതു അപരഹ, ഉള്ളിലത്തെ വേറൊരു പാദവും അത്രേ. അപ്പം മൂന്ന് ശിരസുകളോട് കൂടിയിട്ടുള്ള വിരാട് പുരുഷൻ നിത്യമായിട്ടുള്ള സുഖം, ക്ഷേമം, മോക്ഷം. അപ്പം മൂന്ന് ശിരസുകളോട് കൂടിയിട്ടുള്ള വിരാട് പുരുഷൻ നിത്യമായിട്ടുള്ള സുഖം, ക്ഷേമം, മോക്ഷം എന്നിവകളെ
ഭഗവാൻ ഓരോ ശിരസുകളിൽ ധരിച്ചിരിക്കുന്നു എന്ന് പറയാം. 3 ശിരസുണ്ട് ഭഗവാന്. അത് ഏതൊക്കെയാണ്? സുഖം, ഒന്ന് സുഖത്തിനുള്ളതും, ഒന്ന് ക്ഷേമത്തിനുള്ളതും, ഒന്ന് മോക്ഷത്തിനുള്ളതും. പിന്നെയോ സന്താനോൽപാദനത്തിൽ ഏർപ്പെടുത്താത്തവരായിട്ടുള്ള നൈഷ്ഠിക ബ്രഹ്മചാരി, അല്ലെങ്കിൽ വാനപ്രസ്ഥൻ, സന്യാസി, ഇങ്ങനെ 3 ആശ്രമങ്ങൾക്ക് വേണ്ടിയിട്ട് ആ ഭഗവാന്റെ 3 പാദങ്ങൾ ത്രൈലോക്യത്തിന്റെ ബഹിർഭാഗത്തും, പിന്നെയോ ബ്രഹ്മചര്യവ്രതരഹിതനായിട്ടുള്ള ഗൃഹസ്ഥന് വേണ്ടിയിട്ട് ഒരു പാദം ത്രൈലോക്യത്തിന്റെ അന്തർഭാഗത്തും സ്ഥിതി ചെയ്യുന്നു എന്ന് പറയാം. അപ്പൊ 3 ശിരസുകള് എന്താണ്? സുഖം, നിക്ഷേമം, അഭയം, ശിരസുകൾ. പിന്നെ ഭഗവാന്റെ പാദങ്ങള്, ഒരു പാദം ഉള്ളിലുള്ള പാദം എന്ന് പറയുന്നത് ബ്രഹ്മചര്യവ്രതരഹിതനായിട്ടുള്ള ഗൃഹസ്ഥന് വേണ്ടിയിട്ട് ഒരു പാദം. 2 പാദം പുറത്ത് എന്തിനു വേണ്ടിയിട്ടാണ്? അത് ആ ബ്രഹ്മചാരിയായിട്ടുള്ളവർക്കും വാനപ്രസ്ഥൻ, സന്യാസി എന്നുള്ളവർക്ക് വേണ്ടിയിട്ട് 3 പാദങ്ങള് ത്രൈലോക്യത്തിന്റെ ബഹിർഭാഗത്തും സ്ഥിതി ചെയ്യുന്നു. അത് നമുക്ക് പുരുഷ സൂക്തത്തിൽ നോക്കി അറിയാൻ പറ്റും. ത്രിപാദസ്യാമൃതം ദിവി എന്ന് കാണാൻ സാധിക്കും. ദിവി എന്ന് പറഞ്ഞാല് ഈ സ്വർഗം, ആ ലോകത്തിനും അപ്പുറത്തായിക്കൊണ്ട് 3 പാദങ്ങള് ഇങ്ങനെ അവിടെ കാണാൻ സാധിക്കും. ഇപ്പൊ ഓരോ വിഭാഗത്തിലും പെട്ടതായിട്ടുള്ള അവരവരുടെ കർമ്മങ്ങൾക്ക് അനുസൃതമായിട്ടുള്ള വ്യത്യസ്ത ഫലങ്ങളാണ് ലഭിക്കുക എന്ന് കാണിക്കുവാൻ വേണ്ടിയിട്ടാണ് അവിടെ ത്രിപാദസ്യാമൃതം ദിവി, 3 പാദങ്ങള് അവിടെ സുഖം, ക്ഷേമം, പിന്നെ മോക്ഷം എന്നുള്ള രീതിയിൽ അത് അനുഭവിക്കുവാനുണ്ട്. അപ്പോ അവിടെ 3 അംശങ്ങളോട് കൂടിയതായിട്ടുള്ള അമൃതം അഥവാ നിത്യസുഖം, അമൃതം, ക്ഷേമം, അഭയം, നിത്യസുഖം വേണമെന്ന് പറയാം. അത് കിട്ടുന്നത് എവിടെയുള്ളൂ? ഊർധ്വലോകങ്ങളിലെ നമുക്ക് ലഭിക്കുകയുള്ളൂ. അപ്പം അതൊരിക്കലും നമുക്ക് ഈ ത്രൈലോക്യത്തിൽ കിട്ടില്ല എന്ന് പറയാം. ത്രൈലോക്യം എന്താണ്? ഭൂമി, പാതാളം, അല്ലെ? സ്വർഗം, ഭൂമി, പാതാളം എന്ന് പറയലേ. എന്ന് പറഞ്ഞാല് ത്രിലോകങ്ങൾക്കും അപ്പുറത്ത് മാത്രമേ നമുക്കത് ലഭിക്കുകയുള്ളൂ എന്ന് പറയാം. ഊർധ്വലോകങ്ങളിലേക്ക് ത്രിപാദ എന്ന ശബ്ദത്തിൽ അടങ്ങിയതായിട്ടുള്ള 3 പ്രകാരഭേദങ്ങളെയാണ് ഇത് കാണാൻ സാധിക്കുന്നത്. പിന്നെ എന്താണ് അവിടെ നോക്കേണ്ടത് നമുക്ക്? പിന്നെ ഈ മൂർധാവിന്റെ ക്രമം നോക്കിക്കഴിഞ്ഞാല്, മൂർധാവിന്റെ ക്രമത്തില് മൂർധാവാണ് ശരിക്ക് യഥാർത്ഥത്തില് മഹർലോകം എന്ന് പറയും. മഹർലോകത്തിലാണ് ഈ ഭൃഗു മഹർഷി തുടങ്ങിയ ആൾക്കാരൊക്കെ. മഹർലോകം, ആ മഹർലോകം അതിന്റെ ആ മൂർധാവ ക്രമത്തിൽ നിന്നും പിന്നീട് ജനലോകം, തപോലോകം, സത്യലോകം. മൂർധാവിന്റെ മുകളിലാണ് ഈ 3 ലോകങ്ങൾ: ജനലോകം, തപോലോകം, സത്യലോകം. അങ്ങനെ വരുമ്പോ ആ 3 ശിരസുകൾ എന്ന് പറയുമ്പോൾ ജനലോകത്തില് അമൃതായിട്ടും, അമൃതും, പിന്നെയോ തപോലോകത്ത് ക്ഷേമമായിട്ടും, സത്യലോകത്ത് മോക്ഷമായിട്ടും, ഇങ്ങനെ 3ആയിട്ട്. അപ്പം സുഖം, അഭയം, മോക്ഷം, ഇതാണ് 3 രീതിയില് ജനലോകം, തപോലോകം, സത്യലോകം. അമൃത്, അതുപോലെ തന്നെ അഭയം, പിന്നെ ത്രൈലോക്യത്തിൽ ക്ഷേമം, അഭയം, സത്യലോകത്ത് അഭയം. ഇപ്പൊ ത്രൈലോക്യത്തില് ഉൾപ്പെടുന്നതായിട്ടുള്ള 10 ലോകങ്ങളിലും സുഖം എന്ന അവസ്ഥ എന്നുള്ളത് ഒരിക്കലും നമുക്ക് ശാശ്വതമായിട്ട് ലഭിക്കില്ല എന്ന് പറയുകയാണ്. ഏതാണ്? സ്വർഗം വരെയുള്ള ലോകങ്ങളൊന്നും നമുക്ക് സുഖം എന്നുള്ള ഒരു അവസ്ഥ, യഥാർത്ഥമായിട്ടുള്ള ഒരു സുഖം, അത് നശ്വരമാണ്. അപ്പം സ്വർലോകത്തിന് ഉപരിയായിട്ടാണ് ഏത്? മഹർലോകം, ജനലോകം, തപോലോകം, സത്യലോകം. ഇങ്ങനെ 4 ലോകങ്ങൾ അതിന് മുകളിലായിട്ട് ക്രമമായിട്ട് കാണാൻ സാധിക്കും. അപ്പം യഥാർത്ഥത്തില് ഈ ഈ സ്വർലോകത്തിന് ഉപരിയായിട്ടുള്ള മഹർലോകം തൊട്ടങ്ങോട്ട് ക്രമമുക്തി സ്ഥാനം ആണെങ്കിൽ പോലും കൽപ്പാന്തകാലത്ത് അവിടുത്തെ
നിവാസികൾക്ക് സ്ഥാനം മാറേണ്ടി വരുന്നതിനാൽ അവിടെയും ശാശ്വതമായിട്ടുള്ളൊരു സുഖം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. അപ്പം അവിടെ ആ സത്യലോകത്ത് ആകട്ടെ അവിടെ അഭയം അഥവാ മോക്ഷം തന്നെ നമുക്ക് കൈവരുന്നു. ഇപ്പൊ വിരാട് പുരുഷന്റെ 3 ശിരസുകളാണ് നമുക്ക് പ്രധാനമായിട്ട് ഇതിനകത്ത് പറയുന്നത് അല്ലെ. അമൃതം, ക്ഷേമം, അഭയം എന്നുള്ളത്. ജനർലോകം, തപോലോകം, സത്യലോകം. നൈഷ്ഠിക ബ്രഹ്മചാരി ജനലോകത്തിൽ എത്തിക്കഴിഞ്ഞാല് നിത്യസുഖം അല്ലെങ്കിൽ അമൃതത്വം ഒക്കെ അനുഭവിക്കുന്നു. പിന്നെ തപോലോകത്താരാണ്? വാനപ്രസ്ഥൻ അല്ലെ. വാനപ്രസ്ഥൻ തപോലോകത്ത് ചെന്ന് ക്ഷേമം അനുഭവിക്കുന്നു. അപ്പൊ ഇത് നമ്മൾ എവിടെയോ ഒരിക്കലും നമ്മൾ പരാമർശിച്ചിട്ടുണ്ട് അല്ലെ. ഈ അഥോ ലോകങ്ങൾ പറഞ്ഞെടുത്ത് 1-ാമത്തെ അധ്യായം തന്നെയാണ്. ദ്വിതീയ സ്കന്ധത്തിന്റെ 1-ാമത്തെ അധ്യായം വിരാട് സ്വരൂപന്റെ വർണ്ണനയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഓരോ ലോകത്തും ആരാണെന്നൊക്കെ നമ്മൾ അവിടെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു ശരിക്കും അല്ലെ. അപ്പൊ നോക്കുമ്പോൾ ജനലോകത്ത് ആരാണ് ശരിക്കും? ജനലോകത്ത് സജ്ജനങ്ങളാണ് ശരിക്കും, ഭക്തന്മാരാണ്. അവര് അമൃതത്തെ അനുഭവിക്കുന്നു. തപോലോകത്ത് വാനപ്രസ്ഥന്മാര് അവര് ക്ഷേമത്തെ അനുഭവിക്കുന്നു. സത്യലോകത്ത് സന്യാസി ശ്രേഷ്ഠന്മാര് അവര് മോക്ഷത്തെ, മുക്തിയെ പ്രാപിക്കുന്നു. അപ്പം വാനപ്രസ്ഥമോ സന്യാസമോ അത് സ്വീകരിക്കാതെ ബ്രഹ്മചര്യവ്രതം ഇല്ലാതെയും ഒക്കെ ഗൃഹസ്ഥനായിട്ട് ജീവിതം മുഴുവൻ നയിക്കുവാൻ ഉള്ളവര്, അവരെ സംബന്ധിച്ചിടത്തോളം എന്താണ്, അവർക്ക് ഇതൊന്നും ബാധകമല്ലാതെ ജനന മരണ പരമ്പരയായിക്കൊണ്ട് അവര് ആ ജനന മരണ ചക്രത്തിൽ ഇങ്ങനെ വലയുന്നു എന്ന് പറയും. അപ്പൊ വിരക്തനായിട്ടുള്ള ഗൃഹസ്ഥനും യഥാർത്ഥത്തിൽ എവിടെ എത്താൻ സാധിക്കും? സത്യലോകത്തിലേക്ക് എത്താൻ സാധിക്കും. സത്യലോകം എന്ന് പറയുന്നത് തന്നെയാണ് ബ്രഹ്മലോകം എന്ന് പറയുന്നത്. രണ്ടും ഒന്ന് തന്നെയാണ് ശരിക്കും. ബ്രഹ്മലോക പ്രാപ്തി ആണ് യഥാർത്ഥത്തിൽ നമ്മൾ നേടിയെടുക്കേണ്ടത് എന്ന് വേണമെങ്കിൽ പറയാം അവിടെ. അപ്പം അതാണ് ഈ ശ്ലോകത്തിലൂടെ നമുക്ക് കാണിച്ചു തന്നത്. പ്രധാനമായിട്ട് 3 ശിരസുകളെന്നും അത് ജനലോകം, തപോലോകം, സത്യലോകം എന്നും ക്ഷേമം അല്ലെ, അമൃതം, അഭയം. അമൃതം, ക്ഷേമം, അഭയം അതാരൊക്കെയാണ്? ജനലോകത്ത് സജ്ജനങ്ങള് അമൃതിനെ അനുഭവിക്കുകയും, പിന്നെയോ തപോലോകത്ത് ആരാണ്? തപോലോകത്ത് വാനപ്രസ്ഥന്മാര് അവര് ആ ക്ഷേമത്തെ അനുഭവിക്കുന്നു. പിന്നെ മുക്തിയെ അനുഭവിക്കുന്ന സന്യാസിമാര്. ശ്രുതി വിചക്രമേ വിശ്വം ശാസനാനശനേയുഭേ യദവിദ്യാച വിദ്യാച പുരുഷസ്തൂഭയാശ്രയഃ. ശ്രുതി വിചക്രമേ വിശ്വം ശാസന അനശനേ ഉഭേ. ശാസന അനശനേ ഉഭേ യത് അവിദ്യാച വിദ്യാച പുരുഷഃ തു ഉഭയാശ്രയഃ. രണ്ടും ആശ്രയമാണ്, ആശ്രയവുമാണ് എന്ന് പറയാം. അപ്പൊ അതിന്റെ നോക്കാം. വിശ്വം ശാസന അനശനെ, വിവിധ പ്രകാരേണ ഉള്ളവൻ, പലതരത്തിലുള്ളവൻ, അതാണ് വിശ്വം. ശാസന അനശനെ, ശാസന എന്ന് പറഞ്ഞാൽ എന്താണ്? ഭുക്തി അല്ലെ. അനശന എന്ന് പറഞ്ഞാൽ എന്താണ്? രണ്ടും ഇതാണ്. ശാസനെ അനശനെ എന്ന് പറഞ്ഞാൽ എന്താണ്? ഭുക്തിക്കും പിന്നെ ഭുക്തിക്കുപരിയായിട്ടുള്ള മുക്തിക്കും. മുക്തിയാണ് പിന്നെ ശാസനെ അനശനെ. അനശനെ എന്ന് പറഞ്ഞാലും മുക്തി, ശാസന എന്ന് പറഞ്ഞാലും ഭുക്തി. അപ്പം ഭുക്തിക്കും മുക്തിക്കും ഒക്കെ ഉപയുക്തമായിട്ടുള്ള ഉഭേ ശ്രുതി, ഉഭേ ശ്രുതി 2 മാർഗങ്ങളെ, ഉഭേ എന്ന് പറഞ്ഞാല് രണ്ട് മാർഗങ്ങളെ വിചക്രമേ ആവിഷ്കരിച്ചു. 2 മാർഗങ്ങളെ ആവിഷ്കരിച്ചു. യത് അവിദ്യാച വിദ്യാച
പുരുഷഹാതു ഉഭയാശ്രയ. യാതൊന്ന് ആ ആവിഷ്കരിച്ചതായിട്ടുള്ള മാർഗങ്ങള് യാതൊന്ന് എന്തൊക്കെയാണ്? അവിദ്യയും വിദ്യയും ആണ്. വിദ്യയും അവിദ്യയുമാണ്. എന്നാൽ പുരുഷഹാതു പുരുഷനാകട്ടെ രണ്ടിനും ആശ്രയവുമാണ്. വിദ്യക്കും അവിദ്യക്കും ആശ്രയമാണ് ആര്? ഈശ്വരൻ എന്നാണ് പറഞ്ഞത്. അപ്പം വിവിധ പ്രകാരേണയും പ്രകാശിക്കുന്ന ആ പുരുഷനെ സംബന്ധിച്ചിടത്തോളം എന്താണ്? ഭുക്തിക്കും മുക്തിക്കും എന്ന് പറയും. അതായത് ഭോഗത്തിന് ഉപയുക്തമായതും അല്ലാത്തതുമായിട്ടുള്ള രണ്ട് മാർഗങ്ങളെ അവിടെ നിർദ്ദേശിച്ചു. നിവൃത്തി മാർഗവും പ്രവൃത്തി മാർഗവും എളുപ്പം പറഞ്ഞാല്. അപ്പൊ യാതൊന്നിൽ ആദ്യത്തേത് അവിദ്യയും രണ്ടാമത്തേത് വിദ്യയുമാകുന്നു. ഇവ രണ്ടിനും ആശ്രയമായിരിക്കുന്നത് ആരാണ്? പുരുഷൻ തന്നെയാണ്. നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും അതിന് കാരണം ആരാണ്? പുരുഷൻ തന്നെ. ശരിക്കും ലോക്കൽ ലാംഗ്വേജിൽ പറഞ്ഞാൽ അത് തന്നെയാണ്. വിദ്യയുടെയും അവിദ്യയുടെയും കാരണം ആരാണ്? ഈശ്വരൻ തന്നെ. അതാണ് നമ്മൾ എപ്പോഴും പറയുന്നത്. നമ്മൾ ഇതിൽ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. നല്ലതായാലും ചീത്തയായാലും ഇതിനൊക്കെ കാരണം ആരാണ്? വിരാട് സ്വരൂപനായിട്ടുള്ള നമ്മളുടെ ഉള്ളിൽ ബോധിച്ചുകൊണ്ടിരിക്കുന്ന ഭഗവാൻ തന്നെ. തതോ വിശ്വം വിക്രാമ സാശനാൻ അശനേ അഭി. നമുക്ക് പുരുഷ സൂക്തത്തിന്റെ മന്ത്രത്തിൽ കാണാൻ സാധിക്കും അവിടെ. അതാണ്, അതുമായിട്ട് നല്ല ബന്ധമുണ്ട് ഈ ഒരു അധ്യായം. നമുക്ക് പുരുഷ സൂക്തം മനസ്സിലാക്കിയിട്ടുള്ളവർക്ക് അത് എളുപ്പം മനസ്സിലാക്കാൻ സാധിക്കും. തതോ വിശ്വം വിക്രാമൻ സാശനാൻ അശനേ അഭി. പിന്നെ അവിടെ വിവിധ പ്രകാരേണ നന്നായിട്ട് അലങ്കരിക്കുന്നത്, പ്രകാശിക്കുന്നത് എന്നൊക്കെയാണ് അവിടെ ആ വിശ്വം എന്നുള്ളൊരു വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവിടെ. ഇപ്പം പുരുഷൻ എന്ന് കഴിഞ്ഞാല് പറഞ്ഞാല് ക്ഷേത്രജ്ഞൻ എന്നാണ്. ശ്രുതി എന്ന് പറഞ്ഞാല് മാർഗം. അതാണ് ഉഭയശ്രുതി, രണ്ട് മാർഗങ്ങള്. ശ്രുതി വിചക്രമേ വിശ്വം എന്ന് പറയുന്നില്ലേ, ആ ശ്രുതി എന്ന് പറഞ്ഞാല് മാർഗങ്ങളാണ്. ഇനി ഈ മാർഗങ്ങള് ഏതാണെന്നും കൂടെ നമുക്ക് എളുപ്പം മനസ്സിലാക്കാം. ഏതൊക്കെയാണ് രണ്ട് മാർഗങ്ങള്? എങ്ങോട്ട് പോകാനുള്ളത്? ഈശ്വരനിലേക്ക് പോകാനുള്ള രണ്ട് മാർഗങ്ങളുണ്ട്. ഏതൊക്കെയാണ്? ദക്ഷിണായനവും പിന്നെന്താണ്? ഉത്തരായനവും. രണ്ട് മാർഗങ്ങൾ അല്ലെ. അശനം എന്ന് പറഞ്ഞാല് ഭോഗം, അനശനം എന്ന് പറഞ്ഞാല് മോക്ഷം. ഭുക്തി മുക്തി, ഇതാണ് വ്യത്യാസം. അപ്പൊ അവിടെ ഇതിന് മുമ്പ് നമ്മുടെ മുമ്പത്തെ ശ്ലോകത്തില് അവിടെ അധികാരി ഭേദങ്ങൾക്കനുസരിച്ചുകൊണ്ട് വ്യത്യസ്ത ഫലങ്ങളെയൊക്കെ അവിടെ കാണിച്ചു അല്ലെ. നമ്മൾ പറഞ്ഞു ജനലോകത്ത് സജ്ജനങ്ങൾക്ക് അമൃതും, തപോലോകത്ത് വാനപ്രസ്ഥർക്ക് ക്ഷേമവും, പിന്നെയോ സത്യലോകത്ത് സന്യാസി ശ്രേഷ്ഠന്മാർക്ക് മുക്തിയും എന്ന് അവിടെ വ്യത്യസ്ത ഫലങ്ങളെ അവിടെ കാണിച്ചു. എന്നാൽ ആർക്കും അവസ്ഥാഭേദങ്ങളെ സ്വീകരിക്കാൻ അധികാരമുണ്ട് എന്ന് അവിടെ പറഞ്ഞു. ഗൃഹസ്ഥൻ വാനപ്രസ്ഥനായി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? തപോലോകവും. പിന്നെ ഗൃഹസ്ഥനോ വാനപ്രസ്ഥനോ സന്യാസിയായി കഴിഞ്ഞാല് അത് ലോകത്തും നമുക്ക് എത്തിച്ചേരാൻ സാധിക്കും എന്ന് പറയാം. അപ്പം അവിടെ അധികാരഭേദം എന്നുള്ളത് അവിടെ മൗലികമല്ല എന്ന് പ്രത്യേകം ഓർക്കുക. അപ്പം ഈ സന്യാസി എന്ന് പറയുന്നതും വാനപ്രസ്ഥൻ എന്നൊക്കെ പറയുന്നതൊക്കെ എന്താണ്? നമുക്കും ആ അവസ്ഥയിലേക്കൊക്കെ എത്തിച്ചേരാൻ സാധിക്കും. നമ്മളുടെ ജ്ഞാനത്തിനനുസരിച്ച് അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഈ തപോലോകവും ഈ സത്യലോകത്തിലും ഒക്കെ എത്തിച്ചേരാൻ നമുക്ക് സാധിക്കും. അങ്ങനെ അവസ്ഥാഭേദങ്ങളെ സ്വീകരിക്കുന്നവർക്ക് രണ്ട് മാർഗങ്ങൾ കൽപ്പിച്ചിരിക്കുന്നു എന്ന് പറയാണ്. അപ്പം അവിദ്യ ഹേതുവായിട്ട് അത് ഭോഗാസക്തിക്ക് അനുസൃതമായിട്ടുള്ള ദക്ഷിണായന മാർഗത്തിലൂടെ പോകാം. പിന്നെയോ വിദ്യാഹേതുവായിക്കൊണ്ട് അല്ലെ മോക്ഷത്തെ കാക്ഷിക്കുന്നവർക്ക് ഉത്തരായണ മാർഗം അവർക്ക് സ്വീകരിക്കാം. ഇങ്ങനെ രണ്ടിനും ആശ്രയം ആരാണ്? അകാമ സർവകാമോ വാ മോക്ഷകാമ ഉദാരതി. ഇതിനു മുമ്പ് നമ്മള് പഠിച്ചു അല്ലെ. അകാമന്മാരായാലും സകാമന്മാരായാലും ഭഗവാൻ വേണ്ട പോലെ അനുഗ്രഹിക്കും. ഭുക്തിക്കും അനുഗ്രഹിക്കും, മുക്തിക്കും അനുഗ്രഹിക്കും. അവിദ്യയാണെങ്കിൽ അത് ദക്ഷിണായനൻ എന്നുള്ള രീതിയിൽ
എന്താണ് ദക്ഷിണായനത്തിലേക്ക് പോകും. അതായത് അവിദ്യ കൊണ്ട് ഭുക്തിക്ക് വേണ്ടി മാത്രം പ്രാർത്ഥിക്കുക, അല്ലെങ്കിൽ ഭുക്തി നേടിയെടുക്കുക. എന്നാൽ വിദ്യയോടുകൂടി ഉത്തരായന മാർഗത്തിലൂടെ യഥാർത്ഥമായിട്ടുള്ള അപവർഗത്തെ, മോക്ഷത്തെ സാംശീകരിക്കുകയാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ഈ ജീവിതത്തിന്റെ ലക്ഷ്യം എന്നവിടെ. അപ്പം രണ്ടിനെ ആശ്രയമായിട്ടുള്ള ആരാണ്? ഈശ്വരൻ, വിരാട് സ്വരൂപം. ഒരു അവാർഡ് പടം പോലെയാണ് നിങ്ങൾ കേൾക്കുന്നത് അറിയാം. എങ്കിൽ പോലും എന്താണ് ഇവിടെ ശരിക്കും പറഞ്ഞത്? ലളിതമായിട്ട് പറഞ്ഞാൽ എന്താണ് ശരിക്കും? വേറെ ഒന്നുമില്ല. നമ്മളുടെ എല്ലാത്തിൻ്റെയും, നല്ലതിൻ്റെയും ചീത്തയുടെയും ഒക്കെ കാരണം എന്നുള്ളത് നമ്മളുടെ ഉള്ളിൽ ശോഭിച്ചുകൊണ്ടിരിക്കുന്ന ആ ബോധ സ്വരൂപനാണ്. അപ്പൊ അതിനെ നമുക്ക് എന്ത് വേണം? നമുക്ക് പലതരത്തിലുള്ള അജ്ഞതകളെ മാറ്റി ജ്ഞാനത്തിലൂടെ നമ്മുടെ കർമ്മത്തെ കുറച്ചുകൊണ്ട് ആ ഉത്തരായന മാർഗം. ഉത്തരായനം എന്ന് പറഞ്ഞാൽ എന്താണ് ശരിക്കും? ഉത്തരായനം, അയനം എന്ന് പറഞ്ഞാൽ എന്താ യാത്ര എന്നൊക്കെ പറയും. ഉത്തരം എന്ന് പറഞ്ഞാലോ? ഉത്തരം എന്ന് പറഞ്ഞാൽ വടക്ക്, വടക്കോട്ടുള്ള യാത്ര. അതാണ് ഉത്തരായനം. വടക്ക് ദിശയെക്കുറിച്ചും തെക്ക് ദിശയെക്കുറിച്ചും ഒക്കെ നമുക്കറിയാം അല്ലെ? ഈ തെക്ക് ദിശ നമ്മൾ പറയും യമപുരിയാണെന്നൊക്കെ പറയും അല്ലെ? അത് നരകമാണ് എന്നുള്ള ഒരു ഭാഷ അങ്ങനെ കിടക്കുന്നു. എന്തായാലും നരകവും സ്വർഗവും ഒന്നും അല്ല. അതൊക്കെ നമ്മളിൽ തന്നെയാണ് നരക സ്വർഗങ്ങളൊക്കെ നമ്മൾ കണക്കാക്കുന്നത് അല്ലെ? അത്രൈവ നരക സ്വർഗം എന്ന് പറയുന്നുണ്ടല്ലോ. കപില മഹർഷി അമ്മയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, നരകവും സ്വർഗവും ഒക്കെ ഇവിടെ തന്നെയാണെന്ന് പറയുന്നത്. നമ്മൾ തന്നെ അല്ലെ? നമ്മൾ ഓരോന്ന് നോക്കി കഴിഞ്ഞാൽ ഇന്നതൊക്കെ നരകത്തിലും ഇന്നതൊക്കെ സ്വർഗത്തിലുമാണ്. ഇതൊക്കെ വിട്ട് നമുക്ക് ആ അവിദ്യയിൽ നിന്നും വിദ്യയിലൂടെ, ഉത്തരായണത്തിലൂടെ നമുക്ക് മോക്ഷത്തെ കൈവരിക്കലാണ് യഥാർത്ഥം. ആ അജ്ഞത നമുക്ക് മാറ്റിക്കൊണ്ട് പരമമായിട്ട്, ലളിതമായിട്ട് പറഞ്ഞാൽ നമ്മളെ ബുദ്ധിമുട്ടിക്കാതിരിക്കുക. നമ്മളുടെ മനസ്സിനെ വേദനിപ്പിക്കരുത്. ഇത് ആരും വേദനിപ്പിക്കുന്നതല്ല. നമ്മൾ വിചാരിക്കും പലരുമാണ് നമ്മളെ വേദനിപ്പിക്കുന്നത്. നമ്മളെ വേദനിപ്പിക്കുന്ന പലരുമല്ല, നമ്മളാ നമ്മളെ വേദനിപ്പിക്കുന്നത്. സത്യത്തിൽ അത് നമ്മൾ ചിന്തിക്കുന്നേ ഇല്ല. ശരിക്കും നമ്മളുടെ ദുഃഖത്തിന് കാരണം നമ്മൾ അതിനെ എടുക്കുന്നതിന്റെ ആസ്പെക്റ്റ് ആണ് ശരിക്കും അല്ലേ? നമ്മളുടെ മനസ്സിനെ വേദനിപ്പിക്കാൻ നമ്മൾ അങ്ങനെ ചിന്തിക്കുന്നു? ആലോചിച്ച് നോക്കിയേ. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞത് ധൃതി ഉഭേ ധൃതി, രണ്ടിന്റെ ആശ്രയം എന്നുള്ളത്. നല്ലതിന്റെയും ചീത്തയുടെയും ഒക്കെ ആശ്രയസ്ഥാനം ആരാണ്? ഭഗവാൻ തന്നെയാണ്. നിങ്ങൾക്ക് ഏത് വേണം തിരഞ്ഞെടുക്കാം. വിദ്യ എടുക്കാൻ വേണമെങ്കിൽ, അവിദ്യ എടുക്കാം. രണ്ടും ഭഗവാൻ തന്നെ. അതിന് ആശ്രയം ഭഗവാൻ തന്നെയാണ്. കാരണം എന്താ? ഭഗവാനാണ് ഇതെല്ലാം നമ്മളെ കൊണ്ട് ചെയ്യിക്കുന്നത്. അപ്പം ഈ നമ്മളുടെ മനസ്സിനെ വേദനിപ്പിക്കാതിരിക്കാൻ നോക്കേണ്ടത് ആരാണ്? നമ്മളാണ് എന്ന് പറയാം. എങ്ങനെ? നമ്മളുടെ മനോഭാവത്തെ നമുക്ക് മാറ്റിയാൽ മതി. വേറെ ഒന്നും ചെയ്യാനില്ല. വേറെ ഒന്നും ചെയ്യാനില്ല. കണ്ണുരുട്ടുന്ന സമയത്ത് ഒന്ന് കണ്ണിറുക്കിയാൽ മതി. കണ്ണുരുട്ടുമ്പോ അത് ദേഷ്യമാവുന്നു, കണ്ണിറുക്കുമ്പോ അത് ക്ഷമയാവുന്നു അല്ലേ? ആ വ്യത്യാസമേ ഉള്ളൂ. ദേഷ്യത്തിന്റെ നേരെ ഓപ്പോസിറ്റ് ക്ഷമയിലേക്ക് കൊണ്ടുവന്നാൽ എത്ര കണ്ട് മാറി ആലോചിച്ച് നോക്കോളെ അല്ലേ? നമ്മൾ ഒരാളെ നമ്മളുടെ ദുഃഖത്തിന് ഒരാളെ കുറ്റം ആരോപിക്കുന്നവരും നമ്മളെ തന്നെ ഒന്ന് കുറ്റം ആരോപിച്ചാലോ? കഴിഞ്ഞില്ലേ അവിടുത്തെ കഥ? എത്ര പെട്ടെന്ന് നമുക്ക് അവരോടുള്ള ദേഷ്യം തീർന്നു അല്ലേ? പിന്നെ നമ്മളോടാണ് ദേഷ്യം. അങ്ങനെ നമ്മളോട് ദേഷ്യം വരണം. നമ്മളോട് ദേഷ്യം വരുമ്പോഴാണ് നമ്മളെ നേരെയാക്കാൻ നമ്മൾ ശ്രമിക്കും. അതാണ് ആധ്യാത്മിക വിജ്ഞാനം, അതാണ് വിദ്യ. ഇതാണ് ഇവിടെയും പറഞ്ഞത്. ഈ അവിദ്യയെ ഒതുക്കിക്കൊണ്ട് വിദ്യയിലൂടെ അപവർഗത്തിലേക്ക് അല്ലെങ്കിൽ ഉത്തരായനത്തിലേക്ക് നമുക്ക് കടക്കാൻ സാധിക്കണം എന്ന് പറയും. ഒരു വേദാന്ത ഭാഷയിലൂടെയൊക്കെ പലതും പറഞ്ഞ് നമ്മളെ അങ്ങോട്ട് ഇതാക്കുക, അത്രേ ഉള്ളൂ. ശരി, ലളിതമായിട്ട് പറഞ്ഞാൽ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. നമ്മളുടെ എല്ലാ കാര്യങ്ങൾക്കും അടിസ്ഥാനം ഈശ്വരനാണ്. നല്ലതുകൊണ്ട് ചീത്തയുണ്ട്. അതാണ് വിദ്യ. അപ്പം നല്ലത് വേണമെങ്കിൽ നമുക്ക് തിരഞ്ഞെടുക്കാം, ചീത്തയാണെങ്കിലും അതിനും ഭഗവാൻ കൊടുക്കും. അതിനും കുഴപ്പമില്ല. അതിനും ഭഗവാൻ നമുക്ക് ഏതാണോ നമ്മൾ താല്പര്യപ്പെടുന്നത് അനുസരിച്ച്. പക്ഷെ അതിനൊരു കാര്യമുണ്ട്, ആ ചീത്തയായി കഴിഞ്ഞാൽ അതിന് ദുഃഖം അനുഭവിക്കേണ്ടി വരുന്നു. അത് മറ്റേതതില്ല.
മറ്റേതതില്ല നമ്മളല്ല. സുഖം അനുഭവിക്കലും ദുഃഖം അനുഭവിക്കുന്നതിനും അപ്പുറത്തെ ഒരു ലോകമുണ്ട്. അപ്പുറത്തേക്കാണ് നമുക്ക് പോകേണ്ടത്. ഇത് രണ്ടും അനുഭവിക്കാത്ത ഒരു ഇതാണ് മോക്ഷം എന്ന് പറയുന്നത്. അപ്പം അതാണ് ആ 20-ാമത്തെ ശ്ലോകം. ഇനി 21-ാമത്തെ ശ്ലോകത്തിലേക്ക് നോക്കാം. യസ്മാദണ്ഡം വിരാജ്ഞേ ഭൂതേന്ദ്രിയ ഗുണാത്മക തദ്രവ്യമത്യഗാത് വിശ്വം ഗോഭി സൂര്യ ഇവാതപൻ. യസ്മാത് അണ്ഡം വിരാട് ജജ്ഞേ ഭൂതേന്ദ്രിയ ഗുണാത്മകഃ തത് ദ്രവ്യം അത്യഗാത് വിശ്വം ഗോഭിഃ സൂര്യ ഇവ ആതപൻ. അതിനെ തിരിക്കുമ്പം ആതപൻ എന്നാണ് വരുന്നത്. ഇവ ആതപൻ. ഇനി അതിന്റെ സാമാന്യ അന്വയം നോക്കാം. യസ്മാത് അണ്ഡം ഭൂതേന്ദ്രിയ ഗുണാത്മകഃ വിരാട് ജജ്ഞേ തൽ വിശ്വം ഗോഭിഃ സൂര്യഃ ഇവ ദ്രവ്യം ആതപൻ അത്യഗാൽ. യസ്മാത് എന്ന് പറഞ്ഞാൽ എന്താണ്? യാതൊന്നിൽ നിന്ന്. അണ്ഡം എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എന്താണ്? ബ്രഹ്മാണ്ടമാണ് ഉദ്ദേശിക്കുന്നത്. ബ്രഹ്മാണ്ടവും പിന്നെ ഭൂതേന്ദ്രിയ ഗുണാത്മക. ഭൂതം ഇന്ദ്രിയങ്ങള്, പഞ്ചഭൂതങ്ങൾ, അതുപോലെ ഇന്ദ്രിയങ്ങള്, പിന്നെ അതിന്റെ ഗുണങ്ങള്, അല്ലെ, തന്മാത്രകൾ എന്ന് പറയാം, അല്ലെങ്കിൽ ഗുണങ്ങൾ എന്ന് പറയാം. ഇവയോട് കൂടിയിട്ടുള്ള വിരാട് പുരുഷനും പിന്നെ ജജ്ഞേ തത് വിശ്വം, ആ വിരാട് പുരുഷനും ജനിച്ചുവോ. തത് വിശ്വം, വിശ്വരൂപിയായിട്ടുള്ള അദ്ദേഹം ഗോഭിഃ സൂര്യഃ ഇവ, കിരണങ്ങളാൽ സൂര്യൻ എന്ന പോലെ ദ്രവ്യം ആതപൻ, ദ്രവ്യത്തെ തപിപ്പിച്ച് അത്യകാൽ അതിക്രമിച്ചിരിക്കുന്നു, അതിനെയും അതിക്രമിച്ചിരിക്കുന്നു എന്ന് പറയാം. അപ്പം യാതൊരുവൻ എന്ന് പറഞ്ഞാൽ ആരാണ്? ഈശ്വരൻ. ആ ഈശ്വരനിൽ നിന്ന് ഈ ഒരു ബ്രഹ്മാണ്ടവും ഭൂതേന്ദ്രിയ ഗുണാത്മകനായിട്ടുള്ള ഇന്ദ്രിയങ്ങളും ഭൂതങ്ങളും ഗുണങ്ങളും തന്മാത്രകളും എല്ലാം കൂടെ ചേർന്നതായിട്ടുള്ള ആ വിരാട് സ്വരൂപം ജനിച്ചുവോ, അല്ലെങ്കിൽ ആ ഈശ്വരൻ ജനിച്ചുവോ. സൂര്യൻ തന്റെ കിരണങ്ങളെ കൊണ്ട് എന്ന പോലെ ദ്രവ്യാത്മകമായിട്ടുള്ള ആ വിശ്വത്തെ അതിക്രമിച്ച് വർത്തിക്കുന്നു എന്ന് അവിടെ പറയുന്നു. അപ്പം ഏതൊരു ഈശ്വരനിൽ നിന്നാണോ ഈ ബ്രഹ്മാണ്ടം ഉണ്ടായത്, ആ ഈശ്വരനിൽ തന്നെ ഭൂമ്യ തേജോ വായുർ ആകാശം തുടങ്ങിയതായിട്ടുള്ള പഞ്ചഭൂതങ്ങള്, പിന്നെ ഇന്ദ്രിയങ്ങള്, തത്വാദി ഗുണങ്ങള്, ഇവിടെ ഇതിന്റെയൊക്കെ ഒരു സ്വരൂപമാണല്ലോ ശരിക്കും വിരാട് സ്വരൂപം എന്ന് പറയുന്നത്. നമ്മൾ തന്നെ പറഞ്ഞത് അല്ലേ. അപ്പൊ ആ പുരുഷനും ഉണ്ടായി. അങ്ങനെയുള്ള ഈ ഈശ്വരൻ ആദിത്യൻ തൻ്റെ രശ്മികളെ കൊണ്ട്, അല്ലെങ്കിൽ തൻ്റെ പ്രഭകളെ കൊണ്ട് എല്ലായിടവും വ്യാപിച്ച് പ്രകാശിപ്പിക്കുന്നത് പോലെ ഈ വിരാട് സ്വരൂപത്തെയും ബ്രഹ്മാണ്ടത്തെയും വ്യാപിച്ചും പ്രകാശിപ്പിച്ചും അതിക്രമിച്ചിരിക്കുന്നു എന്ന് പറയും. ഒന്നും മനസ്സിലായില്ല എന്ന് പറയും അല്ലെ. എന്താന്ന് ഇതിൽ പറയുന്നത്? സൂര്യൻ ഇവിടെ എല്ലായിടത്തും എത്തുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു നല്ലൊരു ഇരുട്ട് പൊടിയാണെങ്കിൽ അവിടെ ഒരു സുഷിരം വന്നാൽ അതിലൂടെയും അല്ലെ ആ പ്രകാശം എത്തും. ഇതുപോലെയാണ് ഈ ഭൂതങ്ങളും ഇന്ദ്രിയങ്ങളും ഗുണങ്ങളും ഒക്കെ കൂടെ ചേർന്നതായിട്ടുള്ള വിരാട് പുരുഷൻ എന്ന് പറഞ്ഞാലും. ഏതാ ഈ വിരാട് പുരുഷൻ? നമ്മളും പിന്നെ പക്ഷികളും സസ്യങ്ങളും എല്ലാത്തിനും ഈ അവയവങ്ങളുണ്ട് എന്നുള്ളത് നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്
കയ്യ്, കാല്, മൂക്ക്, ത്വക്ക്, നാക്ക് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ അവയവങ്ങളെ കുറിച്ച് വിരാട് സ്വരൂപത്തിന്റെ വർണ്ണന അതുകൊണ്ട് പറഞ്ഞു. അപ്പൊ ഈ വിരാട് സ്വരൂപം എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ഈ സ്വീകരിച്ചതായിട്ടുള്ള ഇന്ദ്രിയങ്ങളും ഭൂതങ്ങളും ഗുണങ്ങളും ചേർന്നതായിട്ടുള്ള ഒന്നാണ് വിരാട് സ്വരൂപം. അത് തന്നെയല്ല, പിന്നെ ഉള്ളില് ഈശ്വര അംശമായിട്ടുള്ള ജീവൻ ബോധം. മനസ്സിലായില്ലേ? അപ്പം എന്തായി? എന്താ അപ്പം മനസ്സിലാക്കേണ്ടത്? പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഇത് തന്നെയാണ് അല്ലേ? അപ്പൊ ആലോചിച്ച് നോക്കൂ, ഒരു ഉറുമ്പിനെ എടുത്താൽ വിരാട് സ്വരൂപമാണ്, ഒരു കൊതുകിനെ എടുത്താൽ വിരാട് സ്വരൂപമാണ്, പുഴുവിനെ എടുത്താൽ വിരാട് സ്വരൂപമാണ്. അതിനുകൊണ്ട് ഇതെല്ലാം സസ്യങ്ങളും അത് തന്നെ. സകല ചരാചരങ്ങളുടെയും സകല സകല ചരാചരങ്ങളും എന്താണ്? വിരാട് സ്വരൂപത്തിന്റെ ഓരോ ഫോമാണ്. അത്രേ ഉള്ളൂ. എന്താണ്? സർവം ഭൂതം ഖല്വിതം ബ്രഹ്മ എന്ന് പറയില്ലേ? സർവം ഖല്വിതം ബ്രഹ്മ എന്ന് നമ്മൾ പറയില്ലേ? വേദവാക്യം, ഉപനിഷത്ത് വാക്യം. എന്താ ശരിക്കും? എല്ലാത്തിലും എന്താണ് നിറഞ്ഞു നിൽക്കുന്ന ഈശ്വരൻ മാത്രമേ ഉള്ളൂ ഇവിടെ എന്നുള്ള പല അദ്വൈത സിദ്ധാന്തങ്ങളും പഠിപ്പിക്കില്ലേ? എന്താണ് ശരിക്കും? ഇതൊക്കെ വിരാട് സ്വരൂപമാണ്. ഒരു കമ്മ്യൂണിസ്റ്റ് കക്ഷി എടുത്താൽ അതും വിരാട് സ്വരൂപമാണ്. അതിലുമുണ്ട് ഈ എന്താണ് ഭൂമി, പാതാളം, വായു, അല്ല ഭൂമി പാതാളം അല്ല, ഭൂമി, അപ്പ്, തേജസ്, വായു, ആകാശം, പഞ്ചഭൂതങ്ങൾ, ഇന്ദ്രിയങ്ങൾ എല്ലാം ഉണ്ട് അതിൽ. അതാണ് അവിടെ പറഞ്ഞത്. സൂര്യൻ എവിടെയൊക്കെ പ്രകാശം കൊടുക്കുന്നു അതേപോലെ തന്നെ ഈ പ്രപഞ്ചം മുഴുവൻ ബ്രഹ്മാണ്ടം അല്ലെ? ആ ബ്രഹ്മാണ്ടം എന്നുള്ള ആ ബ്രഹ്മാണ്ട ഇതിലാണ്, ഈ വിരാട് സ്വരൂപനിലാണ് ഈ ബ്രഹ്മാണ്ടം എന്നുള്ളത്. ഭഗവാൻ ഈശ്വരൻ എന്നുള്ള അവസ്ഥ എല്ലാത്തിലും ഒരേപോലെ ഇരിക്കുന്നു. എന്നിട്ട് നമ്മൾ പലതും എന്താണ് നിഷേധാത്മകമായിട്ട് പറയുന്നു അല്ലേ? നമ്മൾ അപ്പൊ നമുക്ക് അപ്പൊ എന്തിനെങ്കിലും നിഷേധിക്കാൻ പറ്റുമെന്ന് ആലോചിച്ച് നോക്കൂ. ആരെയെങ്കിലും നിഷേധിക്കാൻ പറ്റും? ആരെ നിഷേധിക്കാൻ പറ്റില്ല. ശ്രുതി ഉഭയശ്രുതി അല്ലേ? രണ്ടിന്റെ ആശ്രയമായിട്ടുള്ള ആളാണ്. സത്തിന്റെയും അസത്തിന്റെയും ഗുണത്തിന്റെയും അഗുണത്തിന്റെയും ഒക്കെ. അപ്പം എളുപ്പമല്ല പറയുകയാണ് ശരിക്കും ഈശ്വരനെ കണ്ടെത്താൻ എന്ന് പറയുന്നത്. എളുപ്പമല്ല. നമ്മൾ വിചാരിക്കുന്നത് ഒന്നും അല്ല എന്ന് മനസ്സിലാക്കേണ്ടി വരും. നമ്മൾ എവിടെയൊക്കെയോ അല്ലേ? നമുക്ക് തന്നെ എനിക്ക് എപ്പോഴും ഒരു തോന്നാറുള്ള അല്ലേ, ചില കാര്യങ്ങൾക്കൊക്കെ നമ്മൾ എന്തൊക്കെ നിയമങ്ങളാ, അവിടെ തുടരുത്, ഇവിടെ തുടരുത്, അങ്ങോട്ട് പോകരുത്, അത് അത് ഇതിന് വെച്ചതാണ് ഇത്. അങ്ങനെ ഇല്ലാന്ന്. എല്ലായിടത്തും ഈ പഞ്ചഭൂതാത്മകമായിട്ടും ഗുണങ്ങളും ഇന്ദ്രിയങ്ങളോടും ചേർന്നായിട്ടുള്ള ഈശ്വരനാണ് എല്ലായിടത്തും അല്ലേ? ഇന്നലെ നമ്മള് നാരായണ പരാവേദ, നാരായണ പരാമഹ, ഇത് തന്നെ അങ്ങോട്ട് ഉറപ്പിക്കുക ശരിക്കും. ഈ നമ്മളുടെ എന്താണ് ഓരോ വാക്കുകളിലും കിഞ്ചിൽ ജഗത്യസ്മിൻ ദൃശ്യത്തെ ശ്രൂയത്തെ പിവ അല്ലേ? അന്തർബഹിശ്ച തത്സർവം വ്യാപ്യ നാരായണ സ്ഥിതം. എന്തൊരു ഭംഗിയായിട്ടുള്ള ഒരു വാക്കാണത്. ഉപനിഷത്ത് വാക്കാണെങ്കിൽ പോലും എന്തൊക്കെ നമ്മൾ കേൾക്കുന്നോ, എന്തൊക്കെ നമ്മൾ കാണുന്നോ, അതെല്ലാം ആണെന്ന് പറഞ്ഞാൽ എന്തിനെയാണ് നമുക്ക് ഒഴിവാക്കാൻ സാധിക്കുക? ഗർഗൻ ഭഗവാനെ എടുത്ത് മടിയിൽ വെച്ചിട്ട് എന്ത് പേരാ ഇടുന്നതെന്നാ ചോദിക്കും. ഗർഗൻ ചോദിക്കുന്നത് മാധവൻ നിട്ട് കഴിഞ്ഞാൽ ഗോവിന്ദൻ അല്ലാണ്ടാകും, അങ്ങനെ പറ്റുമോ? ഇവിടെയുള്ള പ്രപഞ്ചം മുഴുവൻ ഭഗവാന്റെയാണ്. അങ്ങനെ ഒരു സംശയം ഗർഗൻ ഉണ്ടായി എന്നാ പറയുക ആ സമയത്ത്. അപ്പം നമുക്കൊന്നിനെ മാറ്റി നിർത്താനില്ല. എല്ലാത്തിലും ഒരേപോലെ ഈ തത്വങ്ങൾ മുഴുവൻ അടങ്ങിയതായിട്ടുള്ള ഓരോ ഈശ്വരന്മാരാണ് ഈ കാണുന്നതായിട്ടുള്ള പ്രപഞ്ചം. പ്രപഞ്ചം എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന പ്രപഞ്ചമല്ല. പ്രപഞ്ചം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്നുമില്ല, ഈ ഭൂതങ്ങള്. പ്രപഞ്ചം പ്രകർഷേണ 5 ഭൂതങ്ങൾ ചേർന്നത്. അതെന്താ? ശരീരം. അതെല്ലാത്തിനും ഉണ്ട്. ഓരോരുത്തരും നമ്മൾ തന്നെ സ്വാഭാവികമായിട്ട് നീയൊക്കെ എന്ത് പ്രകൃതത്തിലാലേ ചോദിക്കാറുണ്ട് നമ്മൾ സാധാരണ രീതിയിൽ ചോദിക്കാറുണ്ട്. എന്തൊരു പ്രകൃതം നിന്റെ ഒരു എന്തൊരു പ്രകൃതം ചോദിക്കാറുണ്ട് നമ്മള്. അപ്പം
പ്രകൃതി എന്ന് പറഞ്ഞാൽ ശരിക്ക് ഓരോ ഇത് ഈ പറഞ്ഞതായിട്ട് തത്വങ്ങൾ ചേർന്നതായിട്ടുള്ളതാണ് പ്രകൃതി. അത് നിയന്ത്രിക്കുന്നത്, അത് എന്തിലാണ് ഈ പ്രകൃതി ഇരിക്കുന്നത്? ഈ പ്രകൃതി ഇരിക്കുന്നത് നമ്മളുടെ ബോധത്തിലാണ്. നമുക്ക് തന്നെ അതിനെ നിയന്ത്രിക്കാവുന്നതേ ഉള്ളൂ ഈ പ്രകൃതിയെ. എത്രയൊക്കെ പലതരത്തിലുള്ള പ്രകൃതികൾ ഉണ്ടായിക്കോട്ടെ എന്ന്, ഇതൊക്കെ എവിടെയാണ്? ഇതൊക്കെ ആ ബ്രഹ്മാണ്ടത്തിനുള്ളിലാണ്. ആ ബ്രഹ്മാണ്ടം ആരുടെ ഉള്ളിലാണ്? ആ ബ്രഹ്മാണ്ടം എന്ന് പറയുന്നത് ഈശ്വരന്റെ ഉള്ളിലാണ്. അതുകൊണ്ടാണ് പ്രകൃതി എന്നുള്ളത് ഈശ്വരന്റെ അനന്യമായിട്ടുള്ള ശക്തി എന്നാണ്. അതായത് ഈശ്വരനിൽ നിന്ന് വിട്ടല്ല, ഈശ്വരനിലുള്ളത് തന്നെയാണ്. ഈശ്വരനിലുള്ളതാണ് പ്രകൃതി. പക്ഷേ അതുമായിട്ട് ബന്ധമില്ല എന്ന് മാത്രമേ ഉള്ളൂ. കാരണം എന്താണ്? അത് മായയാണ്, അല്ലെങ്കിൽ ഇല്ലാത്തതാണെന്ന്. നമ്മൾ ഇതിനെയൊക്കെ ഉണ്ടാക്കിയെടുക്കുകയാണ് നമ്മളുടെ പ്രകൃതി, അല്ലെ? ഈ പറഞ്ഞ നമ്മൾ കേട്ടിട്ടില്ലേ? നിന്റെ എന്തൊരു പ്രകൃതാണ് നിന്റെ ചോദിക്കാറില്ലേ? എന്തൊരു പ്രകൃതാന്ന് ചോദിക്കുന്നതിന്റെ കാരണം എന്താണ്? അവൻ ഓരോന്നും നിർമ്മിച്ചെടുത്തിരിക്കുക, ഓരോ ധാരണകള്. ആ ധാരണ ആയിരിക്കണമെന്നില്ല മറ്റേ ആൾക്ക്. ഒരു വസ്തുവിനെ തന്നെ ഒരു 10 പേരുണ്ടെങ്കിൽ 10 അഭിപ്രായം വരുന്നത് എന്തുകൊണ്ടാണ്? അപ്പൊ തന്നെ ആലോചിച്ചോളുക, ആ വസ്തു ശരിക്കും ഉള്ളതാണോ? ആ വസ്തുവിനെ 10 അഭിപ്രായങ്ങളിലൂടെ അതിൽ 10 പ്രകൃതി ഉണ്ടാക്കി. ആലോചിച്ച് നോക്കൂ. അപ്പൊ ഇതുള്ളതാണ് ഈ പ്രകൃതി. ഇപ്പൊ എളുപ്പമായില്ലേ പ്രകൃതിയെ പറ്റി പറഞ്ഞാല്? ഇതാണ് പ്രകൃതി. വസ്തു ഉണ്ടോ ഇല്ലയോ? ഉണ്ട് എന്ന് ചോദിച്ചാൽ ഉണ്ട്. പക്ഷെ ഈ വസ്തുവിനെ ഇങ്ങനെ ആക്കുന്നത് ആരാണ്? നമ്മളുടെ അല്ലെ കണ്ണും നമ്മളുടെ ബുദ്ധി നമ്മളുടെ ചിന്തയാണ് ഒരു പ്രകൃതി ഉണ്ടാക്കും. ഇതേപോലെ തന്നെ വേറൊരാൾ വേറൊരു പ്രകൃതി ഉണ്ടാക്കും. അപ്പൊ പ്രകൃതിയെ വിശ്വസിക്കുക. പ്രകൃതി ഉള്ളതാണോ? അപ്പൊ പ്രകൃതി ഉണ്ടാക്കിയെടുക്കുന്നതാണ്. ഓക്കെ, അതാണ് ഈ 21-ാമത്തെ ശ്ലോകത്തിലൂടെ നമുക്ക് കാണിച്ചത്. ഈ ശ്ലോകങ്ങൾ ഭഗവാന്റെ പാദങ്ങളിൽ ഏവം വിരാജം പ്രതപം തപത്യന്തർബഹിഃ പുമാൻ സോമൃതസ്യാഭയസ്യേഷോ മർത്യമന്നം യദത്യഗാൽ മഹിമൈഷ തതോ ബ്രഹ്മൻ പുരുഷസ്യ ദുരത്യയ പാദേഷു സർവഭൂതാനി പുംസസ്ഥിതിപദോ വിദു അമൃതം ക്ഷേമമഭയം ത്രിമൂർച്ഛോധായി മൂർധസു പാദാസ്ത്രയോ ബഹിശ്ചാസന്ന പ്രജാനാം യാശ്രമാഃ അന്തസ്ത്രിലോക്യാസ്ത്വപരോ ഗൃഹമേധോ ബൃഹദ്വ്രത തൃതീവിചക്രമേ വിശ്വം സാശനാൻ അനശനെ ഉഭേ സാശനാൻ അനശനെ ഉഭേ യദവിദ്യാച പുരുഷസ്തുഭയാശ്രയഃ യസ്മാദണ്ഡം വിരാജ്യജ്ഞേ ഭൂതേന്ദ്രിയ ഗുണാത്മക തദ്രവ്യമത്യഗാദ്വിശ്വം ഗോഭി സൂര്യ ഇവാതപൻ. ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. എന്തായാലും നമുക്ക് സമർപ്പിക്കാം. ഇനിയും എത്ര ആശയങ്ങള്, നമ്മൾ വിചാരിക്കാത്ത രീതിയിലുള്ള എത്ര ഒളിഞ്ഞു കിടക്കുന്ന ആശയങ്ങള്, രഹസ്യങ്ങള്, ഭാഗവതത്തിന്റെ രഹസ്യങ്ങളൊക്കെ അതിൻ്റെയൊക്കെ ചുരുളഴിഞ്ഞ് നമുക്ക് ബോധിപ്പിക്കണം ഭഗവാൻ. അതിന് ഭഗവാനോട് നമുക്ക് പ്രാർത്ഥിക്കാം. യഥാർത്ഥമായിട്ടുള്ള ഭാഗവതത്തിന്റെ ആ തത്വത്തെയും അർത്ഥത്തെയും ഒക്കെ ഞങ്ങളുടെ ഉള്ളിൽ ആ ബുദ്ധിയിൽ ഒന്ന് ബോധിപ്പിക്കണേന്ന് പ്രാർത്ഥിക്കുക. നാളെയും നമുക്ക് ഈ നേരം ബാക്കി ഭാഗങ്ങൾ അനുസരിക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഒരേ ഭാവത്തില് ഒരേ സ്വരത്തില് ആ സമർപ്പണ ശ്ലോകങ്ങൾ ചൊല്ലി. പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. സ്വസ്തി പ്രജാഭ്യഃ പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹീഷാഃ ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു.
കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സർവേ ഭവന്തു സുഖിനഃ, സർവേ സന്തു നിരാമയാഃ, സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേത്. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. സത്യം പരം ധീമഹി, സത്യം പരം ധീമഹി, സത്യം പരം ധീമഹി.